ഇപ്പം ചേച്ചിക്കുട്ടി ഇവിടെ വിൽക്കാൻ നിൽക്കുവാണല്ലേ? അപകടം ഉണ്ടായ മോൻ ദൈവം പഠിപ്പിച്ച് ഉണ്ടാക്കാൻ അവനുണ്ടാക്കി തന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് വിറ്റ് കാശായി ഞങ്ങളുടെ സ്ഥലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കുരിശിനെ കുറിച്ചൊന്ന് പറയാമോ? അച്ചട്ടാണല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏത് കാര്യം നടക്കും. അപ്പോൾ ഗൈസ്, ഞാൻ നിൽക്കുന്നത് പള്ളിക്കുന്ന് പള്ളിയുടെ അടുത്ത ഒരു കുരിശാണ്. ഇവിടെ അത്ഭുത കുരിശെന്ന് പറയുന്ന ഒരു കുരിശാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഈ കുരിശ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഈ വഴിക്ക് നമ്മൾ എപ്പം ഞാൻ യാത്ര പോയാലും ഞാൻ അറിയാണ്ട് ഞാൻ എൻ്റെ സ്കൂട്ടി ഇവിടെ വരുമ്പോൾ ചവിട്ടി പോവാണ്. ചവിട്ടി നിർത്തി ഇവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് കുരിശ് വരയ്ക്കാതെ ഞാൻ പോവാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ പല കാര്യങ്ങൾക്കും ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. അവന് +2 നല്ല രീതിയിൽ ഞാൻ മാർക്കോടുകൂടി ജയിക്കണമെന്ന് പറഞ്ഞ് അവൻ ജയിച്ചു. അപ്പം ഞാനിവിടെ കൊണ്ടുവന്നൊരു നേർച്ച, ഒരു പായസം വഴിപാട് നടത്തി. അതിനുശേഷം ഞാൻ ഡിഗ്രി അവൻ നല്ല മാർക്കോട് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പം നല്ല ഫുൾ മാർക്കോട് ജയിച്ചു. അതിന് ഞാൻ ഇവിടെ കൊണ്ട് പായസം കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ അവനൊരു ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മോന് നല്ലൊരു ജോലി കിട്ടി. പിന്നീട് ആ ജോലി സ്റ്റാഫായിട്ട് കയറിയ വ്യക്തി സ്വന്തമായിട്ട് ആ ബിസിനസ് സ്ഥാപനം ഏറ്റെടുക്കുകയും പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്തത് എല്ലാം ഇവിടുത്തെ അത്ഭുത കുരിശിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്മയുണ്ട്. അമ്മ ഇവിടെ മെഴുകുതിരിയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഈ വഴിക്ക് ഞാൻ കൂൺവിത്ത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. നമ്മുടെ ഇടുക്കിയിൽ പള്ളിക്കുന്നിനടുത്തുള്ള അത്ഭുത കുരിശ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചിട്ടുള്ള നമുക്ക് ഹൃദയവേദനയുള്ള ആരൊക്കെയാന്ന് വെച്ചാൽ അവരെ മനസ്സിൽ ദിവസം ഓർത്തിരിക്കണം. അവരെ മനസ്സിൽ ഓർത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അവര് നമുക്ക് അനുഭാവിയായിട്ട് അനുകൂലമായിട്ട് നമുക്ക് തന്നിരിക്കും. നമ്മുടെ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറ്റി തരും. അപ്പൊ നമ്മൾ നിറവേറ്റിയിരിക്കുന്ന എന്തൊരു സംഭവം നമുക്ക് നടത്തി തരും ഈ അത്ഭുത കുരിശ്. ഇവിടെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പലർക്കും വിശ്വാസമില്ല. ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, എന്താ പറയുക, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കണ്ടു വിശ്വസിക്കുന്നവർ അല്ലേ. അപ്പം ഞാൻ ഇവിടെ എന്താവശ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിക്കുന്ന് പള്ളിയിലെ കുരിശ്, അത്ഭുത കുരിശ് എന്ന് പറയുന്ന ഒരു കുരിശാണ്. ഇതിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണെന്ന് നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചറിയാനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഇതിപ്പോൾ ലെങ്ത് വീഡിയോ ആയി പോവാണ്, ടൈമിംഗ് ഇല്ല. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് ഇവിടെ ഒരു അത്ഭുത കുരിശ് എന്നൊരു പേര് വന്നത് എന്നുള്ള കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉറപ്പായിട്ട് നേടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇടുക്കിലും ഇടുക്കി 2 യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ട് 2 നമ്മുടെ അത്ഭുത കുരിശിനെ കുറിച്ചുള്ള ഇതായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പള്ളിക്കുന്ന് പോകുന്ന വഴിക്ക്, ഏലപ്പാറ കഴിഞ്ഞിട്ട് കുട്ടിക്കാനം പോകുന്ന വഴിക്ക്